അന്ന് 99 വെള്ളപ്പൊക്കത്തിന് മൂന്നാർ ദൈവമുള്ള ആ ബെൽറ്റിൽ പെയ്ത മഴ മുല്ലപ്പെരിയാർ പെയ്താൽ അതെ പോയതാ ബാധിക്കില്ല. എൻ്റെ അതുപോലെ പിന്നെ ഈ ഒരു പ്രഭവ കേന്ദ്രം അതിനടുത്താണ് എർത്ത്. അതെ, മുല്ലപ്പെരിയാർ വിഷയം ഇവിടെ മെയിൻ സ്ട്രീമിൽ കൊണ്ടുവന്ന് അതിൻ്റെ സെക്യൂരിറ്റിയുടെ പ്രശ്നം ഉയർത്തിയത് താങ്കളാണ്. അത് കഴിഞ്ഞ് 2018-ലെയും 2019-ലെയും വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് മുല്ലപ്പെരിയാർ അതിജീവിച്ചു. അപ്പം അന്ന് അത്രയും വലിയൊരു ഇമോഷണൽ ഒരു ബ്ലാക്ക് മെയിലിംഗ് ഉള്ളൊരു ക്യാമ്പയിൻ നടത്തിയത് തെറ്റായിപ്പോയി എന്ന് തോന്നിയിട്ടുണ്ട്. ഇല്ലില്ല, ആ അപകടം ഇപ്പോഴും നിൽക്കുകയാണല്ലോ. ഒരു എർത്ത് ക്വേക്ക് ഉണ്ടായാൽ, അതിവൃഷ്ടി വന്ന് ഡാം ഓവർഫ്ലോ ചെയ്താൽ ഇപ്പോഴും അപകടമുണ്ട്. അത് 100 കൊല്ലത്തിലൊരിക്കലും വരുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും ഒരു അപകടമുണ്ട്. അത് ഉണ്ടാകുകയില്ല എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സേഫല്ല, ഡാം സേഫല്ല. സർ, പക്ഷേ സാറ് ഹോം മിനിസ്റ്ററും വാട്ടർ റിസോഴ്സ് മിനിസ്റ്ററും വരുന്ന ആളാണ്. ഈ 126 വർഷം പഴക്കമുള്ള ഒരു അണക്കെട്ട് സേഫ് അല്ല എന്ന് നമുക്കിപ്പോഴും കേന്ദ്ര ജല കമ്മീഷനെ ബോധ്യപ്പെടുത്താൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും അത്? അത് ഡാം സേഫ്റ്റി ബില്ല് പാസ്സായല്ലോ. ഒരു നിശ്ചിത പേരുടെ കൂടുതലുള്ള ഡാമുകൾ ഡീകമ്മീഷൻ ചെയ്യണമെന്നുള്ളത്. അത് ഡീകമ്മീഷൻ ചെയ്യണമെന്നുള്ള അതിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ഇത്രയും പഴക്കമുള്ള ഡാം. സാർ, ഒരു പഴയ കാര്യം ചോദിച്ചോട്ടെ. 1975-ലാണല്ലോ നമ്മൾ ഇപ്പുറത്ത് മുന്നണിയിലേക്ക് വരുന്നത്. ഇൻഡിപെൻഡന്റ് എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് മുന്നണിയിലേക്ക് അച്യുതമേനോൻ മിനിസ്ട്രിയിൽ വന്ന് ജോയിൻ ചെയ്യുന്നു. അന്ന് എന്തായിരുന്നു അതിനുള്ള സാഹചര്യം? എന്തായിരുന്നു അച്യുതമേനോൻ ഗവൺമെന്റിലേക്ക് ജോയിൻ ചെയ്യാൻ തീരുമാനിക്കാനുള്ള സാഹചര്യം? അതെല്ലാം വളരെ നീണ്ട കഥകളാണ്. ഇപ്പോൾ ചെറിയ അന്ന് അടിയന്തരാവസ്ഥ കാലത്ത് എനിക്ക് തോന്നുന്നത് ഇന്ദിരാഗാന്ധി ഒരു താല്പര്യം പ്രകടിപ്പിച്ചു. കേരളത്തിൽ നിന്ന് കേരള കോൺഗ്രസും കൂടെ പുറത്ത് പറഞ്ഞു. എന്താ കാരണം അറിയാം? ഡൽഹി ചർച്ചകൾക്ക് ഞാനും പോയിരുന്നു. ആ ചർച്ച ഞങ്ങൾ വെച്ച ഡിമാൻഡുകളെല്ലാം അംഗീകരിച്ചു എന്നുള്ളതാണ്. അവിടെ ഇങ്ങോട്ട് വന്ന ഡിമാൻഡ്? ഇങ്ങോട്ട് വന്ന ആവശ്യമായിരുന്നു. അതെ, ആവശ്യമായി. പക്ഷെ നിങ്ങളിൽ പലരും അടിയന്തരാവസ്ഥക്കെതിരെ സമരമൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അതല്ല, ഈ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ, നമ്മുടെ കേരള കോൺഗ്രസിൻ്റെ, അതേ സംബന്ധിച്ച് ദീർഘമായ ചർച്ചകൾ ഡൽഹി നടത്തി. KC പാൻ എന്ന് പറഞ്ഞ ആളാണ് പാന്ത്. അപ്പോൾ ആ ചർച്ചയെല്ലാം പിന്നെ കേരള കോൺഗ്രസിൻ്റെ ഞാൻ പറഞ്ഞല്ലോ 77-ൽ 20 സീറ്റ് ജയിച്ചത് അന്ന് കിട്ടിയ 23 സീറ്റ്, 25 സീറ്റ് ഞങ്ങൾ ആവശ്യപ്പെട്ടു, 23 സീറ്റ് നിന്നു. അങ്ങനെ ഇപ്പം നിലവിൽ അങ്ങനെ ഒരു സാഹചര്യമുണ്ട്, കൂടുതൽ സീറ്റ് ആവശ്യപ്പെടേണ്ട അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴത്തേന്? ഇല്ല, ഇപ്പം നമ്മളങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. സീറ്റിൻ്റെ കാര്യം ആവശ്യപ്പെടില്ല എന്നുള്ളതാണോ? ഇല്ല, അല്ല, ഇപ്പം ആലോചിച്ചിട്ടില്ല. കൂടുതൽ സീറ്റിൽ മത്സരിക്കാനുള്ള ഒരു അർഹതയുണ്ട്, കൂടുതൽ സീറ്റിന് അർഹതയുണ്ട്. ഇല്ല, അതൊരു ഇപ്പം നല്ല ബന്ധങ്ങളാവുള്ളത് മുന്നണിക്കത്. ഓക്കെ. അല്ല, ഇവരിപ്പോൾ ചോദിക്കാൻ കാരണം വെച്ചാൽ ഇപ്പം കോൺഗ്രസിനകത്ത് ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. അതായത് ഇപ്പം കോട്ടയത്ത് ചങ്ങനാശ്ശേരിയോ ഏറ്റുമാനൂരോ ഏതെങ്കിലും ഒന്ന് കോൺഗ്രസ് ഏറ്റെടുക്കുക, കുട്ടനാട് സീറ്റ് ഏറ്റെടുക്കുക, അങ്ങനെയുള്ള ചില ചർച്ചകൾ കോൺഗ്രസിനകത്ത് നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ അല്ലാതെ അതെപ്പോഴും ഉള്ളതാണ്. കഴിഞ്ഞ തവണയും ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഒരു സീരിയസ് ആയിട്ട് ഞാൻ കാണുന്നില്ല. അതായത് നിലവിലുള്ള സീറ്റുകളൊന്നും വിട്ടുകൊടുക്കില്ല എന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നത്? സീറ്റ് ചർച്ചയുടെ വിഷയ സമയമല്ല ഇപ്പം. അങ്ങനെ ഒരു ചർച്ചയ്ക്ക് ഇപ്പം പ്രസക്തിയില്ല.
അതല്ലാതെ മുന്നണി വിപുലീകരണത്തിന്റെ ഏതെങ്കിലും സാധ്യത UDF ഇപ്പോൾ ആലോചിക്കുന്നുണ്ടോ? ഇതുവരെ ആലോചിച്ചിട്ടില്ല. കാരണം ഏതെങ്കിലും അടിത്തറ വികസിപ്പിക്കണമെന്ന് ജനങ്ങൾ വരുന്നതാണെങ്കിലും ആവില്ല. അല്ല, അപ്പുറത്ത് നിന്ന് നമ്മുടെ ഷെയിംസ് കുമാറൊക്കെ ഇങ്ങോട്ട് വരാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇല്ല, ആ വിഷയങ്ങളൊന്നും ഒരു പൊതു ചർച്ചയായിട്ട് വന്നിട്ടില്ല. ഇപ്പൊ അടുത്ത് വരാൻ പോകുന്ന ലോക്കൽ ബോഡി ഇലക്ഷനാണ്. ഇപ്പൊ ഈ ലോക്കൽ ബോഡി ഇലക്ഷന്റെ ഏകദേശം ചർച്ചകളിലേക്ക് കടക്കാറായിട്ടുണ്ടല്ലോ. കാരണം ഇപ്പൊ നവംബർ അല്ലെങ്കിൽ ഡിസംബറിൽ ഇലക്ഷൻ വരികയാണ്. അപ്പോൾ അതിൽ കൂടുതൽ സീറ്റുകൾ കേരള കോൺഗ്രസിന് അർഹതയുണ്ടോ? അതിൽ ചില മേഖലകളിൽ തീർച്ചയായിട്ടും പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യപ്പെടും, കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടും. അത് ഇടുക്കിയിലാണോ കോട്ടയത്താണോ? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ചില പ്രദേശങ്ങളിൽ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജയസാധ്യത മുന്നണിക്ക് കേരള കോൺഗ്രസ് മത്സരിക്കുന്നതാണ് നല്ലതെങ്കിൽ അവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ ചെയ്യും. സർ, 64 കേരളത്തിലല്ല ഇന്ത്യയിലെ തന്നെ സിനാറിയോ നോക്കിക്കഴിഞ്ഞാൽ 2 പാർട്ടികൾ ഫോം ചെയ്യുന്നുണ്ട്. ഒന്ന് CPIM, മറ്റൊന്ന് കേരള കോൺഗ്രസ്. രണ്ടും കേരളത്തിലെ പ്രമുഖ പാർട്ടികളാണ്. ഇപ്പോൾ ഈ 60 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ CPIM വലിയ റൂളിംഗ് പാർട്ടിയായി, വലിയ ഫ്രണ്ടായി. കേരള കോൺഗ്രസ് ഇപ്പോഴും ഒരു 8-10 സ്പ്ലിൻഡർ ഗ്രൂപ്പായിട്ടിരിക്കുകയാണ്. എന്താണ് കേരള കോൺഗ്രസിന് സംഭവിച്ചത്? അതിങ്ങനെ നിർഭാഗ്യകരമായ മത്സരങ്ങൾ. 70-ൽ അല്ല 65-ൽ 25 സീറ്റ്, 77-ൽ 20 സീറ്റ് ജയിച്ചായിരുന്നു. 67-ലല്ല 65-ൽ 67-ൽ 5 വരെ കേരള കോൺഗ്രസ് ഉള്ളു. 25. പിന്നെ 67-ൽ 5, 77-ൽ 20 പേര് ജയിച്ചു. അന്ന് അൺഡിവൈഡഡ് ആണ് അല്ലേ? അതെ. അല്ല, അതെല്ലാം കൂടെ KM ജോർജിൻ്റെ അന്തരിച്ചതിന് ശേഷം ഉള്ളവരെല്ലാം കൂടെ യോജിച്ച്, ഇൻക്ലൂഡിങ് ജോൺ ജേക്കബും കൂടെ വീണ്ടും യോജിച്ച് മത്സരിച്ചതാണ് 77-ലെ 20 സീറ്റ്. അന്ന് ഈ ആദ്യത്തെ സ്പ്ലിറ്റിനെ കുറിച്ചുള്ള ഒരു കൃത്യമായിട്ട് KM ജോർജുമായിട്ടുള്ളത് ഒരു നിർഭാഗ്യകരമായ, അതാണ് ആദ്യത്തെ സ്പ്ലിറ്റ്. അല്ല, ജോൺ ജേക്കബിന് KM ജോർജിനെ മറ്റേ മന്ത്രിസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് മന്ത്രിസ്ഥാനം ചെയർമാൻ സ്ഥാനം ഒരുമിച്ച് വഹിക്കുന്നത് സംബന്ധിച്ചുള്ള പ്രശ്നമായിരുന്നു. ഈ ജോൺ ജേക്കബ് പോകുന്നതിൻ്റെ ഈ ജോൺ ജേക്കബ് അത് KM മാണിയായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിലാണ് അദ്ദേഹം പോകുന്നത്. പിന്നീട് വീണ്ടും 77 അല്ല, ഈ ജോൺ ജേക്കബ് എല്ലാം കൂടെ തിരിച്ചു വന്നു. അല്ല, 77-ൽ തന്നെയല്ലേ പിള്ള പോകുന്നത്. KM ജോർജിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. മാണിയുമായിട്ടുള്ള ഇഷ്യൂ കാരണം R ബാലകൃഷ്ണപിള്ള പോയി, KC മറ്റേ ബി വരുന്നത് ആ സമയത്താണല്ലോ. അത് കഴിഞ്ഞിട്ടാണ് സാറും KM മാണിയും ഒക്കെ വേറെ ഗ്രൂപ്പാകുന്നത്. എനിക്കൊന്നു ഏറ്റവും വലിയ സ്പ്ലിറ്റ് വരുന്നത് 77-ലാണ്. അതിനുശേഷം പിന്നെ KM മാണിയുടെ 78-ൽ ഫോം ചെയ്യുന്നു, സാറിന്റെ വരുന്നു. 85-ൽ നിങ്ങൾ യുണൈറ്റഡ് ആകുന്നു. എന്നിട്ടൊരു 3 വർഷം കഴിഞ്ഞ്, അല്ല 2 വർഷം കഴിഞ്ഞ് വീണ്ടും സ്പ്ലിറ്റ് ആകുന്നു. എനിക്കൊന്ന് ചോദിച്ചത് ആദ്യത്തെ ഈ ജോൺ ജേക്കബിന്റെ സ്പ്ലിറ്റിന്റെ കാരണം എന്തെങ്കിലും ഓർമ്മയുണ്ടോ? കാരണമൊക്കെ ഈ ചില ചർച്ചകളെ തുടർന്നങ്ങ് ഇല്ല, അതുമ്പോ ചോദിച്ച ചോദ്യത്തിൽ ഒന്നുകൂടെ അറിയണം. CPM കേരള കോൺഗ്രസ് ഒരുമിച്ചുണ്ടാകുന്നു, പക്ഷേ കേരള കോൺഗ്രസ് ആ രീതിയിലുള്ളൊരു വളർച്ചയിലേക്ക് വരാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്നുള്ളത്? കാരണം ഈ സ്പ്ലിറ്റുകൾ തന്നെയാണ്. സ്പ്ലിറ്റാണ് വലിയ സ്ട്രെങ്ത് എന്നാണ് KM മാണി അത് പുള്ളി തമാശയായിട്ട് പറഞ്ഞ് നല്ല